ചങ്കളെ പിന്നെ നമ്മളെ വൈദ്യനങ്ങ തജ്ജുമ കുറച്ച് വൈദ്യനങ്ങ ഉണ്ടായിരിക്കുന്നു അത് ഇറക്കാൻ വേണ്ടി പോവുകയാണ്. ഒറ്റ തജ്ജുമ കേട്ടോ, കണ്ടങ്ങൾ അന്തം വിടും. ഇതൊന്നല്ല ശരിക്ക് കായ ഉണ്ടാകുകയാണെങ്കിൽ നോട്ടപ്പം തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ അതിനുള്ള കോണ എന്തായാലും മരത്തുമ്മ കാണുന്നുണ്ട്. ഇതൊക്കെ എന്താണെന്നറിയോ, സ്വർണ്ണാണ്. മൂപ്പാവണുള്ളൂ. എന്നാലും ഇപ്പൊ നമ്മളിതുമ്മ നിർത്തിയാലേ ഒന്നും നടക്കൂല. ഇന്നിപ്പോ അങ്ങനത്തെ ഒരു വൈദ്യനങ്ങ തജ്ജി നമ്മുടെ പെരയിലുണ്ടെങ്കിൽ നമുക്കൊരു ഉപ്പേരിക്കുള്ള വൈദ്യനങ്ങ ഉണ്ടാവും. ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോഴേലും നമുക്ക് ഉപ്പേരിക്കുള്ള ഒരു വൈദ്യനങ്ങ കിട്ടും. ഇത് വലുപ്പമായിട്ടില്ല, ഇതൊക്കെ പാകാം, അത്യാവശ്യം മൂപ്പായിരിക്കും. ഇപ്പൊ ഇതുണ്ടല്ലേ, ഒരൊറ്റ തജ്ജുമെന്ന് കിട്ടിയാട്ടോ. ഇത്രയും നല്ല ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈദ്യനങ്ങ കിട്ടും. ഇത് ഇപ്പൊ കഴിഞ്ഞ വർഷം ഇതേമാതിരി കുഴിച്ചിട്ടിട്ടാകുമ്പോൾ അത്യാവശ്യം കായ കറുത്തുക്കണം കൊണ്ട് ഞാൻ അതിന്റെ കൊമ്പൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് രണ്ടാമത് വളക്കിട്ട് ശരിയാക്കിയാണ്. നമ്മളെ തൊടുന്ന എന്തെങ്കിലും ഇറക്കാറിയുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം വേറെ തന്നെ. പ്രത്യേകിച്ച് കൃഷിനെ ഇഷ്ടപ്പെടുന്ന പോലെ. എന്തായാലും കഷ്ടി ഒരു 1/2 കിലോ ഉണ്ടാവും. ഇപ്പൊ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വില കൂടുതൽ. ചിലവർക്ക് ഈ വൈദ്യനങ്ങ പേര് തിന്നാലേ മേലും കൊച്ചും വേദന ഉണ്ടാവും എന്ന് പറയണേക്കാം. അതെന്താ സംഭവം എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും മൂപ്പായി വരുന്നുള്ളൂ. ഞാൻ അതിൻ്റെ മുമ്പ് തന്നെയാണ് അർത്ഥം. എന്നെങ്കിലേ അത് പേര് വെച്ചാൽ ഒരു വെളുവെളുവനായി കിട്ടുള്ളൂ. ഞാൻ ഇപ്പം ഇത് എന്തിനാ അർത്ഥക്കണമെന്ന് വെച്ച് കഴിഞ്ഞാലേ വൈദ്യനങ്ങി പൂളക്കയും കുമ്പാട വെക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ശരി, എല്ലാവരോടും കാണുമ്പോൾ കാണാം. ബൈ.